സ്നേഹിച്ചാൽ പലതും നമുക്ക് നേടാൻ സാധിക്കും, സ്നേഹമില്ലാത്തയിടത്ത് നമുക്ക് പലതും നഷ്ടപ്പെടും എന്ന യാഥാർത്ഥ്യബോധം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. നമ്മുടെ ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ഞാൻ രാത്രി ബാബരി മസ്ജിദ് തകർത്തതിന്റെ ഒരു വാർത്ത വളരെ വൈകി ചാനലിൽ ടിവിയിൽ കണ്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ശരിക്കും എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. നാളെ നേരം പുലരുമ്പോ ഈ കേരളത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന ആകാംക്ഷയായിരുന്നു എൻ്റെ മനസ്സിനെ മതിച്ച എല്ലാ വികാരങ്ങളും. പക്ഷേ കാലത്തെഴുന്നേറ്റ് കാലത്തെ പത്രം വന്നപ്പോ ആ പത്രത്തിന്റെ മുൻപിൽ എൻ്റെ പ്രിയങ്കരനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കാണുകയാണ് ഞാൻ. എന്താ പറഞ്ഞിരിക്കണത് അതിൻ്റെ അകത്ത്? എത്ര പള്ളികൾ പൊളിച്ചാലും ഒരു പള്ളി ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചടിച്ച് പൊളിക്കരുത് എന്നുള്ള വാർത്ത കേട്ട് ഞാൻ ചോദിക്കുന്നു, ഒരു പള്ളി പൊളിച്ച് എത്രയോ പള്ളികൾ പൊളിച്ചിട്ടുണ്ട് ഇവിടെ ഒരു അമ്പലം പോയി ഒരു കോവിൽ പോലും പൊളിച്ചില്ല. എന്തുകൊണ്ട് ചോദിച്ചാൽ തങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങളുടെ വാക്കിന്റെ സ്വാധീനതയുണ്ടല്ലോ, ആ സ്വാധീനത ഈ നാടിനെ മൊത്തം പിടിച്ചടക്കാൻ സാധിക്കുന്ന ഒരു മനസ്സും ഒരു ഉറച്ച തീരുമാനവുമാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഞെട്ടിപ്പോയി. ഒരൊറ്റ കുട്ടിയും ഇറങ്ങിയില്ലല്ലോ, ഒരു അമ്പലം പോയിട്ട് ഒരു ചെറിയ കോവിൽ പൊളിച്ചില്ലല്ലോ. കേരളത്തില് ഏറ്റവും വലിയ സമുദായ സമന്വയം ഉണ്ടായ ഒരു കാലാണ് ആ കാലം. എന്തെല്ലാം സംഭവിക്കാം. അവിടെ അമ്പലം പൊളിയുമ്പോ ഇവിടെ പള്ളി പൊളിയുമ്പോ അല്ല, അവിടെ പള്ളി പൊളിയുമ്പോ ഇവിടെ അമ്പലം പൊളിയൂലേ? സ്വാഭാവികല്ലേ? പൊളിഞ്ഞില്ലെന്ന് മാത്രമല്ല, സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിച്ച് കുലുക്കി സ്നേഹമസരണമായ ഒരു ബന്ധത്തിന് വേരോടാൻ ഈ സന്ദർഭവും തങ്ങളുടെ സ്റ്റേറ്റ്മെന്റും നമുക്ക് കാരണഭൂതമായി എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ അകത്ത് സമാധാനവും ശാന്തിയും കൊണ്ടുവരാൻ ആരുടെയും സഹായം വേണ്ട. നമ്മുടെ മനസ്സ് നന്നായാൽ മതി, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു മാറ്റമുണ്ടായാൽ മതി, നമ്മുടെ മനസ്സൊരു സംതൃപ്തമായ മനസ്സാക്കി മാറ്റിയാൽ മതി. നമുക്കെല്ലാം നേടാൻ സാധിക്കും എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്. ഇന്നിപ്പോ ഈ സദസ്സിലേക്ക് വരുമ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും മനോഹരമായ ഒരു സദസ്സ് ഒരുപക്ഷെ കണ്ണൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഞാൻ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇത് അനുഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും ഇത് വളരാനും ഇതുപോലെ കൊണ്ടുപോകാനും എല്ലാ ജില്ലയിലും ഇത് സംഘടിപ്പിച്ച് ആളുകൾക്ക് മനസ്സിൻ്റെ അകത്ത് ഒരു പുതിയ തേജസ്സും ഒരു പുതിയ കാഴ്ചപ്പാടും ഒരു പുതിയ ജീവസ്സും കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നാട് നമ്മൾ പറയുന്നിടത്ത് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നാടിനെ എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹപുരസരം ഈ അപേക്ഷ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.